ദ ചെയിൻ റൂൾ. നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ചെയിൻ റൂളിനെ കുറിച്ചിട്ടാണ്. അതിന് മുമ്പ് നമ്മൾ ഫസ്റ്റ് കോമ്പോസിറ്റ് ഫംഗ്ഷൻ എന്താണെന്ന് ഡിഫൈൻ ചെയ്യണം. ഇങ്ങനെയാണ് ഡിഫൈൻ ചെയ്തിട്ടുള്ളത്. ഇഫ് എഫ് ആൻഡ് ജി ആർ ഫങ്ഷൻസ് സച്ച് ദാറ്റ് ദ ഡൊമെയിൻ ഓഫ് എഫ് includes the range of G, we can define the composite function h equal to f composition G by the equation h of x equal to f of g of x. അതായത് രണ്ട് ഫങ്ഷൻസ് എഫും ജിയും, എഫ് ആൻഡ് ജി രണ്ട് ഫങ്ഷൻസ് ഉണ്ട്. അതിൽ ജി എന്ന് പറയുന്നത് ഒരു എ ടു ബി ഉള്ള ഒരു ഫങ്ഷനാണ്. എ എന്ന് പറയുന്ന സെറ്റിൽ നിന്ന് ബി എന്ന സെറ്റിലേക്കുള്ള ഒരു ഫങ്ഷനാണ്. ആൻഡ് എഫ് എന്ന് പറയുന്നത് ബി ടു സി ഉള്ള ഒരു ഫങ്ഷനാണ്. അങ്ങനെയാണെങ്കിൽ നമുക്കൊരു ഫങ്ഷൻ എച്ച് ഇസ് ഈക്വൽ ടു എഫ് കോമ്പോസിഷൻ ജി, ഇങ്ങനൊരു ഫംഗ്ഷനെ ഡിഫൈൻ ചെയ്യാം. എച്ച് എഫ് കോമ്പോസിഷൻ ജി എന്ന് പറയുന്ന ഒരു ഫംഗ്ഷനെ ഡിഫൈൻ ചെയ്യാം. എങ്ങനെ? എച്ച് ഓഫ് എക്സ് ഈക്വൽ ടു എഫ് ഓഫ് ജി ഓഫ് എക്സ്. എച്ച് ഓഫ് എക്സിനെ എങ്ങനെയാണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്? ഈ എഫ് കോമ്പോസിഷൻ, എച്ച് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? എഫ് കോമ്പോസിഷൻ ജി. എഫ് കോമ്പോസിഷൻ ജീനെ ഡിഫൈൻ ചെയ്തിട്ടുള്ളത് എഫ് ഓഫ് ജി ഓഫ് എക്സ് എന്നുള്ള രീതിയിലാണ്. ആൻഡ് ഈ ഫംഗ്ഷൻ എഫ് ഓഫ് ജി, എഫ് കോമ്പോസിഷൻ ജി അല്ലെങ്കിൽ എച്ച് എന്ന് പറയുന്ന ഫംഗ്ഷൻ എവിടെ നിന്ന് എവിടം വരെ ആയിരിക്കും? എ ടു സി ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ കോമ്പോസിറ്റ് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഡിഫൈൻ ചെയ്തിട്ടുള്ളത് എച്ച് ഓഫ് എക്സ് ഈക്വൽ ടു എഫ് ഓഫ് ജി ഓഫ് എക്സ് എന്നാണ്. എഫ് കോമ്പോസിഷൻ ജീനെ ഡിഫൈൻ ചെയ്തിട്ടുള്ളത് എഫ് ഓഫ് ജി ഓഫ് എക്സ് എന്നാണ്. ഇനി നമുക്ക് ചെയിൻ റൂൾ എന്താണെന്ന് പറയാം. ചെയിൻ റൂൾ പറയുന്നത് ലെറ്റ് എഫ് ആൻഡ് ജി ബി ടു ഡിഫറൻഷ്യബിൾ ഫങ്ഷൻസ് and h be the composite of f and g, that is h is equal to f composition g. Then h is also a differentiable function and h dash of x equal to f composition g dash of x equal to f dash of g of x into g dash of x. അതായത് ഒരു കോമ്പോസിറ്റ് ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവാണ് നമ്മളിവിടെ ഡിഫൈൻ ചെയ്യുന്നത്. എഫും ജിയും രണ്ട് ഡിഫറൻഷ്യബിൾ ഫംഗ്ഷൻ ആണെങ്കിൽ അതിൻ്റെ കോമ്പോസിറ്റ് ഫംഗ്ഷൻ എച്ച് എന്ന് പറയുന്നത്, അതായത് എഫ് കോമ്പോസിഷൻ എച്ച് ഇസ് ഈക്വൽ ടു എഫ് കോമ്പോസിഷൻ ജി എന്ന് പറയുന്നതും എന്തായിരിക്കും? ഒരു ഡിഫറൻഷ്യബിൾ ഫംഗ്ഷൻ ആയിരിക്കും. ആൻഡ് അതിൻ്റെ ഡെറിവേറ്റീവ് എങ്ങനെ ഡിഫൈൻ ചെയ്തിട്ടുള്ളത്? എച്ച് ഡാഷ് ഓഫ് എക്സ്, അതായത് എഫ് കോമ്പോസിഷൻ ജി ഡാഷ് ഓഫ് എക്സ് എന്ന് പറയുന്നത് ഡിഫൈൻ ചെയ്തിട്ടുള്ളത് ഇങ്ങനെയാണ്: എഫ് ഡാഷ് ഓഫ് ജി ഓഫ് എക്സ് ഇൻറ്റു ജി ഡാഷ് ഓഫ് എക്സ്. എങ്ങനെയാണ്? എഫ് ഡാഷ് ഓഫ് ജി ഓഫ് എക്സ് ഇൻറ്റു ജി ഡാഷ് ഓഫ് എക്സ്. ഇതാണ് ചെയിൻ റൂള് പറയുന്നത്. ഒരു ഫംഗ്ഷൻ, ഒരു കോമ്പോസിറ്റ് ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവാണ് ചെയിൻ റൂളിൽ ഡിഫൈൻ ചെയ്യുന്നത്. ഇവിടെ നോക്കൂ, എച്ച് ഡാഷ് ഓഫ് എക്സ് എന്താണ്? എഫ് ഡാഷ് ഓഫ് ജി ഓഫ് എക്സ് ഇൻറ്റു ജി ഡാഷ് ഓഫ് എക്സ്. ഇവിടെ എന്താണ്? എഫ് ഡാഷ് ഓഫ് ജി ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഡെറിവേറ്റീവ് ഓഫ് എഫ് അറ്റ് ജി ഓഫ് എക്സ്. ജി ഓഫ് എക്സ് എന്ന് പറയുന്ന പോയിന്റിൽ എഫിൻ്റെ ഡെറിവേറ്റീവ് ഓഫ് എഫ് അറ്റ് ജി ഓഫ് എക്സ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ജി ഓഫ് എക്സ്. ഓക്കെ, ഇതിന് നമുക്ക് ലെബനീസ് നൊട്ടേഷനിൽ എങ്ങനെ എഴുതാൻ നോക്കാം. അപ്പോൾ ലെബനീസ് നൊട്ടേഷനിൽ y എന്ന് പറയുന്നത് ഇഫ് y ഈസ് എ ഫംഗ്ഷൻ ഓഫ് u ആൻഡ് u എന്ന് പറയുന്നത് ഈസ് എ ഫംഗ്ഷൻ ഓഫ് x ആണെങ്കിൽ, ഇഫ് y ഈസ് എ ഫംഗ്ഷൻ ഓഫ് u ആൻഡ് u ഈസ് എ ഫംഗ്ഷൻ ഓഫ് x ആണ്. ആൻഡ് വി ഹാവ് ടു dy ബൈ ഡി എക്സ് ആണ് നമുക്ക് കാണുന്നത്, ഡെറിവേറ്റീവ് ഓഫ് y വിത്ത് റെസ്പെക്ട് ടു എക്സ്. അങ്ങനെ എനിക്ക് dy ബൈ ഡി എക്സിന് നമുക്ക് എങ്ങനെ എഴുതാം? dy ബൈ ഡി യു ഇൻറ്റു ഡി യു ബൈ ഡി എക്സ്. ഇതിനെ ലെബനീസ് നൊട്ടേഷനിൽ നമുക്ക് ഇങ്ങനെ എഴുതാൻ പറ്റും. ഓക്കെ, നെക്സ്റ്റ് നമുക്കൊരു പ്രോബ്ലം ചെയ്ത് നോക്കാം. വെരിഫൈ ദ ചെയിൻ റൂൾ ഫോർ എഫ് ഓഫ് യു ആൻഡ് ജി ഓഫ് എക്സ്. അപ്പോൾ നമുക്ക് എന്താ പറഞ്ഞിട്ടുള്ളത്? ചെയിൻ റൂള് വെരിഫൈ ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ചെയിൻ റൂൾ വെരിഫൈ ചെയ്യാൻ തന്നിട്ടുള്ളത് എഫ് ഓഫ് യു ഈക്വൽ ടു യു സ്ക്വയറും ജി ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് സ്ക്വയർ മൈനസ് 1 ആണ്. അപ്പോൾ ചെയിൻ റൂൾ വെരിഫൈ ചെയ്യണമെങ്കിൽ ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? എച്ച് ഇസ് ഈക്വൽ ടു എഫ് കോമ്പോസിഷൻ ജി എന്താണെന്ന് കണ്ടുപിടിക്കണം. എച്ച് ഓഫ് എക്സ് ഈക്വൽ ടു എന്താണ്? എഫ് കോമ്പോസിഷൻ ജി ഓഫ് എക്സ് ആണ്. എങ്ങനെയാണ് ഡിഫൈൻ ചെയ്തിട്ടുള്ളത്? എഫ് ഓഫ് ജി ഓഫ് എക്സ് ആണ് അല്ലേ? അപ്പോൾ ഇവിടുത്തെ എഫ് ഓഫ് ജി ഓഫ് എക്സ്, അപ്പോൾ എഫ് ഓഫ് ജി ഓഫ് എക്സ് ഇവാലുവേറ്റ് ചെയ്യുക എങ്ങനെയാണ്? എഫ് ഓഫ് ജി ഓഫ് എക്സ് എന്താണ്? എക്സ് സ്ക്വയർ മൈനസ് 1 ആണ്. സോ വി ഹാവ് ടു കാൽക്കുലേറ്റ് എഫ് ഓഫ് എക്സ് സ്ക്വയർ മൈനസ് 1. ജി ഓഫ് എക്സ് അല്ല, ജി ഓഫ് എക്സ് എന്താണ്? എക്സ് സ്ക്വയർ മൈനസ് 1. എഫ് ഓഫ് എക്സ് സ്ക്വയർ മൈനസ് 1 എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്കറിയാം എഫ് ഓഫ് യു ഈക്വൽ ടു യു സ്ക്വയർ ആണ് അല്ലേ? എഫ് ഓഫ് യു ഈക്വൽ ടു യു സ്ക്വയർ ആണ്.
അപ്പോൾ എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ എന്താണ് എക്സ് സ്ക്വയർ അല്ലേ. എഫ് ഓഫ് 1 പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താവും 1 സ്ക്വയർ, ആ ഫോമിലാണ് കിടക്കുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് എന്താ കണ്ടത് എഫ് ഓഫ് എക്സ് സ്ക്വയർ മൈനസ് 1 ആണ്. അപ്പോൾ ഇവിടെ യുവിൻ്റെ സ്ഥലത്ത് എന്താ കൊടുക്കേണ്ടത് എക്സ് സ്ക്വയർ മൈനസ് 1 കൊടുക്കണം. എഫ് ഓഫ് യു സ്ക്വയർ ആണ്. അപ്പോൾ എഫ് ഓഫ് എക്സ് സ്ക്വയർ മൈനസ് 1 എന്താവും എക്സ് സ്ക്വയർ മൈനസ് 1 ഹോൾ സ്ക്വയർ. ഇവിടെ യുവിൻ്റെ സ്ഥലത്ത് നമ്മൾ എന്ത് ചെയ്യുക എക്സ് സ്ക്വയർ മൈനസ് 1 കൊടുക്കുക. യുവിൻ്റെ സ്ഥലത്ത് എക്സ് സ്ക്വയർ മൈനസ് 1 കൊടുത്താൽ എക്സ് സ്ക്വയർ മൈനസ് 1 ഹോൾ സ്ക്വയർ എന്ന് കിട്ടും. അതാണ് എന്ത് എച്ച് ഓഫ് എക്സ്. അപ്പോൾ എച്ച് ഓഫ് എക്സ് എന്ത് കിട്ടി എക്സ് സ്ക്വയർ മൈനസ് 1 ഹോൾ സ്ക്വയർ ആണെന്ന് കിട്ടി. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മളിതിന് സാധാ രീതിയിൽ നിങ്ങൾ ഇതുവരെ പഠിച്ചിരുന്ന രീതി വെച്ചിട്ട് ചെയ്യുകയാണെങ്കിൽ, അതായത് ചെയിൻ റൂൾ ഉപയോഗിക്കാതെ ചെയ്യുകയാണെങ്കിൽ എച്ച് ഓഫ് എക്സിൻ്റെ ഡെറിവേറ്റീവ് കാണാൻ എന്താ ചെയ്യുക എച്ച് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് സ്ക്വയർ മൈനസ് 1 ഹോൾ സ്ക്വയർ ആണ് കിട്ടിയിട്ടുള്ളത്. അങ്ങനെയാകുമ്പോൾ അതിൻ്റെ ഡെറിവേറ്റീവ് കാണാൻ എന്താ ചെയ്യുക എക്സ് സ്ക്വയർ മൈനസ് 1 ഹോൾ സ്ക്വയറിനെ നമ്മൾ എക്സ്പാൻഡ് ചെയ്യും അല്ലേ. എ മൈനസ് ബി ഹോൾ സ്ക്വയർ ഫോർമുല വെച്ചിട്ട് എക്സ്പാൻഡ് ചെയ്യും. അപ്പോൾ എന്താ കിട്ടുക എക്സ് റേസ് ടു 4 മൈനസ് 2x സ്ക്വയർ പ്ലസ് 1 എന്ന് കിട്ടും. എന്നിട്ട് എന്ത് ചെയ്യും അതിൻ്റെ ഡെറിവേറ്റീവ്, ഇപ്പോൾ ഇതെന്തായാലും ഒരു പോളിനോമിയലായി, എന്നിട്ട് അതിൻ്റെ ഡെറിവേറ്റീവ് കാണും. അപ്പോൾ എച്ച് ഡാഷ് ഓഫ് എക്സ് എന്താണ് 4x ക്യൂബ് മൈനസ് 2 × 2 4x എന്ന് കിട്ടും. ഇതാണ് അതിൻ്റെ ഡെറിവേറ്റീവ് അല്ലേ. ഈ ഒരു രീതിയിൽ നമുക്ക് അതിൻ്റെ ഡെറിവേറ്റീവ് കാൽക്കുലേറ്റ് ചെയ്യാം. ഇവിടെ ക്വസ്റ്റ്യനിൽ എന്താ പറഞ്ഞിട്ടുള്ളത് ചെയിൻ റൂൾ വെരിഫൈ ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. അതായത് നമ്മളിപ്പോൾ സാധാ രീതിയിൽ ചെയ്തപ്പോൾ നമുക്കൊരു ആൻസർ കിട്ടി. ഇനി അതിനെ നമ്മൾ ചെയിൻ റൂൾ ഉപയോഗിച്ചിട്ട് ചെയ്യുമ്പോഴും ഇതേ ആൻസറാണോ കിട്ടുന്നത് എന്നാണ് നോക്കേണ്ടത്. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ നെക്സ്റ്റ് ചെയിൻ അപ്ലൈ ചെയ്യാം. നമുക്കറിയാം എച്ച് ഓഫ് എക്സ് എന്താണ് എഫ് കോമ്പോസിഷൻ ജി ഓഫ് എക്സ്, അതായത് എഫ് ഓഫ് ജി ഓഫ് എക്സ് ആണ്. എച്ച് ഡാഷ് ഓഫ് എക്സ് അതായത് എഫ് കോമ്പോസിഷൻ ജി ഡാഷ് ഓഫ് എക്സ് അതെങ്ങനെയാണ് നമ്മൾ ഡിഫൈൻ ചെയ്തിരുന്നത് എഫ് ഡാഷ് ഓഫ് ജി ഓഫ് എക്സ് ഇൻറ്റു ജി ഡാഷ് ഓഫ് എക്സ് ആണ് അല്ലേ. അപ്പോൾ ഇവിടെ നമുക്ക് എന്തൊക്കെ കാൽക്കുലേറ്റ് എച്ച് ഡാഷ് ഓഫ് എക്സ് കാണണമെങ്കിൽ ഈ ഫോർമുലയാണ് നമ്മൾ എടുത്തുള്ളത്. അപ്പോൾ ഇതിൽ നമുക്ക് എന്തൊക്കെ അറിയണം ജി ഡാഷ് ഓഫ് എക്സ് എന്താണെന്ന് അറിയണം അല്ലേ. അതേപോലെ എന്ത് ചെയ്യണം എഫ് ഡാഷ് ഓഫ് ജി ഓഫ് എക്സ് എന്താണെന്നും അറിയണം. ജി ഡാഷ് ഓഫ് എക്സ് അറിയണം, എഫ് ഡാഷ് ഓഫ് ജി ഓഫ് എക്സ് എന്താണെന്ന് അറിയണം. ജി ഡാഷ് ഓഫ് എക്സ് ജി ഓഫ് എക്സ് എന്താണെന്ന് നമുക്കറിയാം എക്സ് സ്ക്വയർ മൈനസ്, നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് എക്സ് സ്ക്വയർ മൈനസ് 1 ആണ്. സോ ജി ഡാഷ് ഓഫ് എക്സ് എന്താണ് പോളിനോമിയലിൻ്റെ അല്ല. അപ്പോൾ ജി ഡാഷ് ഓഫ് എക്സ് ഈക്വൽ ടു 2x എത്തി. ഇനി നമുക്ക് എന്ത് കണ്ടുപിടിക്കണം എഫ് ഡാഷ് ഓഫ് ജി ഓഫ് എക്സ് കാണണം. എഫ് ഡാഷ് ഡെറിവേറ്റീവ് എഫ് ഡാഷ് ഓഫ് ജി ഓഫ് എക്സ് പറഞ്ഞാൽ എന്താണ് ഡെറിവേറ്റീവ് ഓഫ് എഫ് അറ്റ് ജി ഓഫ് എക്സ് ആണ്. അപ്പോൾ ആദ്യം നമ്മൾ എന്ത് ചെയ്യണം ഡെറിവേറ്റീവ് ഓഫ് എഫ് എന്താണെന്ന് കാണണം. ക്വസ്റ്റ്യനിൽ എന്താ തന്നിട്ടുണ്ട് എഫ് ഓഫ് യു ഈക്വൽ ടു യു സ്ക്വയർ ആണെന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം ഡെറിവേറ്റീവ് ഓഫ് എഫ് കാണാം അല്ലേ. എഫ് ഡാഷ് ഓഫ് യു ഡെറിവേറ്റീവ് ഓഫ് എഫ് അറ്റ് യു എഫ് ഡാഷ് ഓഫ് യു എന്താണെന്ന് അറിയാം 2u ആണെന്ന് അറിയാം. ഓക്കെ, അപ്പോൾ എഫ് ഡാഷ് ഓഫ് ജി ഓഫ് എക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ ഇത് എഫ് ഡാഷ് ഓഫ് യു ആണ്. ജി ഓഫ് എക്സ് എന്താണെന്ന് നമുക്കറിയാം ജി ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് സ്ക്വയർ മൈനസ് 1 ആണ്. അപ്പോൾ നമുക്ക് എഫ് ഡാഷ് ഓഫ് ജി ഓഫ് എക്സ് അതായത് ഡെറിവേറ്റീവ് ഓഫ് എഫ് അറ്റ് ജി ഓഫ് എക്സ് ആണ് കാണേണ്ടത്. ഇവിടെ അറ്റ് യു അതിൻ്റെ ഡെറിവേറ്റീവ് എന്താണ് 2u ആണ്. സോ എഫ് ഡാഷ് ഓഫ് അപ്പോൾ നമുക്ക് എന്താണ് അറ്റ് എക്സ് സ്ക്വയർ മൈനസ് 1 ജി ഓഫ് എക്സ് വന്നാൽ അറ്റ് എക്സ് ജി ഓഫ് എക്സ് എന്താണ് എക്സ് സ്ക്വയർ മൈനസ് 1 ആണ്. അപ്പോൾ എഫ് ഡാഷ് ഓഫ് ജി ഓഫ് എക്സ് എന്താവും എഫ് ഡാഷ് ഓഫ് എക്സ് സ്ക്വയർ മൈനസ് 1 ആണ്. അതായത് എക്സ് സ്ക്വയർ മൈനസ് 1 അതിൻ്റെ ഡെറിവേറ്റീവ്. അപ്പോൾ ഇവിടെ നമുക്ക് എഫ് ഡാഷ് ഓഫ് യു അറിയാം. ഇവിടെ യുവിൻ്റെ സ്ഥലത്ത് എന്ത് കൊടുത്താൽ മതി എക്സ് സ്ക്വയർ മൈനസ് 1 കൊടുത്താൽ മതി. അപ്പോൾ എഫ് ഡാഷ് ഓഫ് ജി ഓഫ് എക്സ് എന്താണ് 2 × എക്സ് സ്ക്വയർ മൈനസ് 1 എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് എന്താണ് എച്ച് ഡാഷ് ഓഫ് എക്സ് ആണ് കാണേണ്ടത് അല്ലേ. എച്ച് ഡാഷ് ഓഫ് എക്സ് എന്താണ് എഫ് ഡാഷ് ഓഫ് ജി ഓഫ് എക്സ് ഇൻറ്റു ജി ഡാഷ് ഓഫ് എക്സ് ആണ്. അത് നമ്മൾ എഫ് ഡാഷ് ഓഫ് ജി ഓഫ് എക്സും കാൽക്കുലേറ്റ് ചെയ്തു, ജി ഡാഷ് ഓഫ് എക്സും കാൽക്കുലേറ്റ് ചെയ്തു. അത് ഇനി ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. എഫ് ഡാഷ് ഓഫ് ജി ഓഫ് എക്സ് എന്താണെന്ന് കിട്ടിയത് 2 × എക്സ് സ്ക്വയർ മൈനസ് 1. അപ്പോൾ അതവിടെ കൊടുത്തു 2 × എക്സ് സ്ക്വയർ മൈനസ് 1 ഇൻറ്റു ജി ഡാഷ് ഓഫ് എക്സ്. ജി ഡാഷ് ഓഫ് എക്സ് എന്താണ് 2x. സോ അത് കൊടുത്തു ഇൻറ്റു 2x. അപ്പോൾ നമുക്ക് എന്തായിട്ട് ഇനി ഇത് നമ്മൾ എന്ത് ചെയ്യുക സിംപ്ലിഫൈ ചെയ്യുക 2 × 2 4x × എക്സ് സ്ക്വയർ മൈനസ് 1 ബ്രാക്കറ്റ് തുറന്നാൽ 4x ക്യൂബ് മൈനസ് 4x എന്ന് കിട്ടും. ഇത് തന്നെയല്ല നമുക്ക് നേരത്തെ ചെയ്തപ്പോഴും ആൻസർ കിട്ടിയത്. ഇവിടെ ചെയിൻ റൂൾ അല്ലാതെ ചെയ്തപ്പോഴും നമുക്ക് എച്ച് ഡാഷ് ഓഫ് എക്സ് എന്താ കിട്ടിയത് 4x ക്യൂബ് മൈനസ് 4x ആണ്. അതായത് രണ്ട് രീതിയിൽ ചെയ്യുമ്പോഴും നമുക്ക് സെയിം ആൻസർ കിട്ടുന്നുണ്ട്. സോ വി ഹാവ് വെരിഫൈഡ് ദ ചെയിൻ റൂൾ. നെക്സ്റ്റ് പ്രോബ്ലം നോക്കാം. യൂസ് ചെയിൻ റൂൾ ടു ഡിഫറൻഷിയേറ്റ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് സ്ക്വയർ പ്ലസ് 1 ഹോൾ റേസ് ടു 20 പ്ലസ് 1 ഹോൾ റേസ് ടു 4. ചെയിൻ റൂൾ വെച്ചിട്ട് ഇത് ഡിഫറൻഷിയേറ്റ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ചെയിൻ റൂളിൽ നമുക്ക് അറിയാം. ചെയിൻ റൂളിൽ എന്താ പറഞ്ഞിരുന്നത് എച്ച് ഇസ് ഈക്വൽ ടു എഫ് കോമ്പോസിഷൻ ജി ആണെങ്കിൽ എച്ച് ഡാഷ് ഇസ് ഈക്വൽ ടു നമുക്കറിയാം എഫ് ഡാഷ് ഓഫ് ജി ഓഫ് എക്സ് ഇൻറ്റു ജി ഡാഷ് ഓഫ് എക്സ്. ഇതായിരുന്നു ചെയിൻ റൂൾ അല്ലേ. എച്ച് എന്ന് പറയുന്നത് രണ്ട് ഫംഗ്ഷൻ്റെ കോമ്പോസിഷൻ ആണെങ്കിൽ എച്ച് ഡാഷിനെ എഫ് ഡാഷ് ഓഫ് ജി ഓഫ് എക്സ് ഇൻറ്റു ജി ഡാഷ് ഓഫ് എക്സ് എന്ന് എഴുതാം. ഇതായിരുന്നു ചെയിൻ റൂൾ.
ഇനി അവിടെ നമ്മൾ ചെയിൻ റൂളിൽ വേറൊരു കാര്യം പറഞ്ഞു, ലെബനീസ് നൊട്ടേഷനിൽ ഇതെങ്ങനെ എഴുതാമെന്ന് പറഞ്ഞു. അതെങ്ങനെയാണ് നമ്മൾ പറഞ്ഞത്, ഇഫ് വൈ എന്ന് പറയുന്നത് എന്താണ്, ഇസ് എ ഫങ്ഷൻ ഓഫ് y is a function of u and u is a function of x ആണെങ്കിൽ ചെയിൻ റൂളിനെ ലെബനീസ് നൊട്ടേഷനിൽ നമ്മൾ പറഞ്ഞു ഇങ്ങനെ എഴുതാം, dy by dx ഈക്വൽ ടു dy by du ഇൻറ്റു du by dx. dy by dx ഈക്വൽ ടു dy by du ഇൻറ്റു du by dx ഇങ്ങനെ എഴുതാമെന്ന് പറഞ്ഞിരുന്നു ലെബനീസ് നൊട്ടേഷനിൽ വെച്ചിട്ട്. ആ രീതിയിൽ അത് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഈ പ്രോബ്ലം ചെയ്യുന്നത്. ഇവിടെ നമ്മൾ ഫസ്റ്റ് എന്ത് ചെയ്യുകയാണ്, എഫ് ഓഫ് എക്സ് എന്താണ്, ഇതാണ് അല്ലേ, എക്സ് സ്ക്വയർ പ്ലസ് 1 റേസ് ടു 20 പ്ലസ് 1 ഹോൾ റേസ് ടു 4. അപ്പോൾ ഇവിടെ ഞാൻ യു ഇസ് ഈക്വൽ ടു ഈ ഉള്ളിലുള്ള ടേമിനെ മൊത്തം യു ആയിട്ട് കൊടുക്കുന്നത്. അപ്പോൾ യു ഈക്വൽ ടു എക്സ് സ്ക്വയർ പ്ലസ് 1 റേസ് ടു 20 പ്ലസ് 1 എന്ന് കൊടുത്തു. ആൻഡ് വൈ ഇസ് ഈക്വൽ ടു യു റേസ് ടു 4 എന്ന് കൊടുത്തു. ആൻഡ് വൈ ഇസ് ഈക്വൽ ടു എന്ത് കൊടുത്തു, യു റേസ് ടു 4 എന്ന് കൊടുത്തു. അങ്ങനെയാണെങ്കിൽ നോക്കൂ, വൈ ഇസ് ഈക്വൽ ടു യു റേസ് ടു 4. യു എന്താണ്, എക്സ് സ്ക്വയർ പ്ലസ് 1 ഹോൾ റേസ് ടു 20 പ്ലസ് 1. സോ വൈനെ എനിക്ക് എങ്ങനെ എഴുതാം, ഇവിടെ യുവിന് പകരം എക്സ് സ്ക്വയർ പ്ലസ് 1 റേസ് ടു 20 പ്ലസ് 1 എന്ന് എഴുതാം, ഹോൾ റേസ് ടു 4 ഹോൾ റേസ് ടു 4. അതെന്താണ്, ഈക്വൽ ടു എഫ് ഓഫ് എക്സ് ആണ് അല്ലേ. അപ്പോൾ ഇവിടെ നോക്കൂ, ഇവിടെ വൈ എന്താണ്, ഇസ് എ ഫംഗ്ഷൻ ഓഫ് യു ആണ്. ആൻഡ് യു എന്ന് പറയുന്നത് എന്താണ്, ഇസ് എ ഫംഗ്ഷൻ ഓഫ് എക്സ് ആണ് അല്ലേ. അങ്ങനെ ആകുമ്പോൾ നമുക്ക് ഇവിടെ എന്ത് ചെയ്യാം, ലെബനീസ് നൊട്ടേഷൻ ചെയിൻ റൂളിൻ്റെ ലെബനീസ് നോട്ട് യൂസ് ചെയ്യാം. അതായത് dy by dx ഈക്വൽ ടു dy by du ഇൻറ്റു du by dx. അപ്പോൾ നമുക്കിവിടെ എന്തൊക്കെ കണ്ടുപിടിക്കണം, dy by du എന്താണെന്ന് കാണണം ആദ്യം, പിന്നെ du by dxും കാണണം, എന്നിട്ട് അത് രണ്ടും തമ്മിൽ എന്ത് ചെയ്താൽ മതി, മൾട്ടിപ്ലൈ ചെയ്താൽ മതി. സോ y ഇസ് ഈക്വൽ ടു എന്താണ്, യു റേസ് ടു 4 ആണ്. അപ്പോൾ dy by du എന്ന് പറയുന്നത് എന്താ കിട്ടുക, യു റേസ് ടു 4 ആകുമ്പോൾ അത് 4u³ എന്ന് കിട്ടും. ഇനി അടുത്തത് നമുക്ക് എന്ത് കാണണം, dy by du എന്താണെന്ന് കിട്ടിയിട്ടുണ്ട്. ഇനി du by dx കാണണം. അതായത് യു എന്താണ്, എക്സ് സ്ക്വയർ പ്ലസ് 1 ഹോൾ റേസ് ടു 20 പ്ലസ് 1 ആണ്. അതിനെ വിത്ത് റെസ്പെക്ട് ടു എക്സ് എന്ത് ചെയ്യണം, ഡിഫറൻഷ്യേറ്റ് ചെയ്യണം. അപ്പോൾ ഇതിനെ വിത്ത് റെസ്പെക്ട് ടു എക്സ് എങ്ങനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുക, ഇതെന്ത് ഫോമിലാണ് കിടക്കുന്നത്, ഈ ഫംഗ്ഷൻ ഇത് നമ്മൾ നേരത്തെ ജി ഓഫ് എക്സ് റേസ് ടു എൻ എന്നുള്ള ഫോമിലാണ് കിടക്കുന്നത് അല്ലേ. അപ്പോൾ ഇതിൻ്റെ ഡെറിവേറ്റീവ് എന്താ വരിക, എൻ ഇൻറ്റു ജി ഓഫ് എക്സ് റേസ് ടു എൻ മൈനസ് 1 ഇൻറ്റു ജി ഡാഷ് ഓഫ് എക്സ് എന്നുള്ള ഫോമുല വരാം. അപ്പോൾ ഇവിടെ എന്ത് ചെയ്യാം, എൻ ഇൻറ്റു 20 ഇൻറ്റു ജി ഓഫ് എക്സ് എക്സ് സ്ക്വയർ പ്ലസ് 1 ഹോൾ റേസ് ടു എൻ മൈനസ് 1. എൻ മൈനസ് 1 എന്താണ്, 20 മൈനസ് 1 19 ഇൻറ്റു ജി ഡാഷ് ഓഫ് എക്സ്. ജി ഡാഷ് ഓഫ് എക്സ് എന്താണ്, ജി ഡാഷ് ഓഫ് എക്സ് എന്നാൽ എക്സ് സ്ക്വയർ പ്ലസ് ജി ഓഫ് എക്സ് ഇവിടെ എന്താണ്, എക്സ് സ്ക്വയർ പ്ലസ് 1. എക്സ് സ്ക്വയർ പ്ലസ് 1ൻ്റെ ഡെറിവേറ്റീവ് ഡി ബൈ ഡി എക്സ് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് 1 പ്ലസ് ഡി ബൈ ഡി എക്സ് ഓഫ് എന്തും കൂടി ഉണ്ട്, ഒരു 1ഉം കൂടി ഉണ്ട് അല്ലേ, ഡി ബൈ ഡി എക്സ് ഓഫ് 1 അതെന്താവും 0 ആയിപ്പോൾ. അപ്പോൾ ഇവിടെ ഡി യു ബൈ ഡി എക്സ് എന്താണെന്ന് ഇങ്ങനെ കിട്ടി. ഇനി ഇത് ബാക്കി ചെയ്യാം. അപ്പോൾ ഇവിടെ 20 ഇൻറ്റു എക്സ് സ്ക്വയർ പ്ലസ് 1 ഹോൾ റേസ് ടു 19. ഡി ബൈ ഡി എക്സ് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് 1 എന്താണ്, ദാറ്റ് വിൽ ബി ഈക്വൽ ടു 2x. നമുക്ക് എന്ത് കിട്ടി, 20 ഇൻറ്റു എക്സ് സ്ക്വയർ പ്ലസ് 1 ഹോൾ റേസ് ടു 19 ഇൻറ്റു 2x ദാറ്റ് ഈസ് 40x ഇൻറ്റു എക്സ് സ്ക്വയർ പ്ലസ് 1 ഹോൾ റേസ് ടു 19. നമ്മൾ ഡി വൈ ബൈ ഡി എക്സ് എന്തായിരുന്നു, ഡി വൈ ബൈ ഡി യു ഇൻറ്റു ഡി യു ബൈ ഡി എക്സ് രണ്ടും നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഡി വൈ ബൈ ഡി യു എന്താ കിട്ടിയത്, 4u³ ഇൻറ്റു ഡി യു ബൈ ഡി എക്സ് എന്താണ്, 40x ഇൻറ്റു എക്സ് സ്ക്വയർ പ്ലസ് 1 ഹോൾ റേസ് ടു 19 ആണ്. അവിടെ യു ഇത് യു എന്നുള്ള ടേമിലല്ല, അപ്പോൾ നമുക്ക് എക്സിൻ്റെ ടേമിലാക്കാൻ വേണ്ടിയിട്ട് യുവിന് എന്ത് ചെയ്യുക, തിരിച്ച് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. യു ഇസ് ഈക്വൽ ടു നമ്മൾ എന്താ കൊടുത്തിരുന്നത്, യു ഇസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ പ്ലസ് 1 ഹോൾ റേസ് ടു 20 പ്ലസ് 1 ആണ്. അപ്പോൾ ഇത് എന്ത് ചെയ്യുക, തിരിച്ച് നമ്മൾ അതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ അതിവിടെ കൊടുക്കുമ്പോൾ എന്ത് വരും, 4 ഇൻറ്റു യുവിൻ്റെ സ്ഥലത്ത് എക്സ് സ്ക്വയർ പ്ലസ് 1 ഹോൾ റേസ് ടു 20 പ്ലസ് 1 ഹോൾ ക്യൂബ് ഇൻറ്റു 40x ഇൻറ്റു എക്സ് സ്ക്വയർ പ്ലസ് 1 ഹോൾ റേസ് ടു 19. ഇതൊന്ന് റീഅറേഞ്ച് ചെയ്യുമ്പോൾ 40 ഇൻറ്റു 4 160x ഇൻറ്റു എക്സ് സ്ക്വയർ പ്ലസ് 1 ഹോൾ റേസ് ടു 20 പ്ലസ് 1 ഹോൾ ക്യൂബ് ഇൻറ്റു എക്സ് സ്ക്വയർ പ്ലസ് 1 ഹോൾ റേസ് ടു 19 എന്ന് കിട്ടും. അപ്പോൾ ഇതാണ് നമ്മുടെ ആൻസർ. അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. ഡിഫറൻഷിയേറ്റ് ജി ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് റേസ് ടു 1/2 പ്ലസ് 1 ഡിവൈഡഡ് ബൈ എക്സ് റേസ് ടു 1/2 മൈനസ് 1 ഹോൾ റേസ് ടു 1/2. ഇത് ഡിഫറൻഷിയേറ്റ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇത് നമ്മളെങ്ങനെ ഡിഫറൻഷിയേറ്റ് ചെയ്യാം, ഇത് നേരത്തെ പോലെ ജി ഓഫ് എക്സ് എന്ന് പറയുന്ന ഫംഗ്ഷന്, ഇപ്പോൾ ഈ ഉള്ളിലുള്ള ഫംഗ്ഷന് സം എഫ് ഓഫ് എക്സ് ആയിട്ട് എടുത്താൽ ഈ ഉള്ളിലുള്ള എക്സ് റേസ് ടു 1/2 പ്ലസ് 1 ബൈ എക്സ് റേസ് ടു 1/2 മൈനസ് 1. അപ്പോൾ ഇതെന്താണ്, സം എഫ് ഓഫ് എക്സ് റേസ് ടു 1/2 എന്നുള്ള ഫോമിലാണ് എടുക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ വീണ്ടും നേരത്തെ ചെയ്ത പോലെ
1/2 ഇൻറ്റു എക്സ് റേസ് ടു 1/2. നേരത്തെ ഫംഗ്ഷനിൽ നമ്മൾ പറഞ്ഞിരുന്നു ജി ഓഫ് എക്സ് റേസ് ടു എൻ ആവുമ്പോൾ അതിൻ്റെ ഡെറിവേറ്റീവ് എന്തായിരുന്നു, എൻ ഇൻറ്റു ജി ഓഫ് എക്സ് റേസ് ടു n-1 ഇൻറ്റു ജി ഡാഷ് ഓഫ് എക്സ്. ഇങ്ങനെയായിരുന്നു നമ്മളത് പറഞ്ഞത്. അവിടെ n എന്ന് പറയുന്നത് എന്തായിരുന്നു, ജി ഓഫ് എക്സ് എക്സിലുള്ള ഒരു ഫംഗ്ഷൻ, n എന്ന് പറയുന്ന ഒരു ഇൻറ്റിജർ. ഇതേ റൂള് നമുക്ക് n അല്ല, ഇൻറ്റിജേഴ്സ് അല്ലാത്ത കേസിലും, അതായത് റേഷണൽ നമ്പേഴ്സ് ആവുന്ന കേസിലും ഇതേ റൂള് നമുക്ക് ഫോളോ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇവിടെ ഉള്ളിലുള്ളത് എന്താണ്, സം എഫ് ഓഫ് എക്സ്, സം ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് ആണ്. റേസ് ടു 1/2 ആകുമ്പോൾ അതേ റൂള് നമുക്ക് ഇവിടെ യൂസ് ചെയ്യാൻ പറ്റും. അതായത് 1/2 ഇൻറ്റു ഫംഗ്ഷൻ ജി എക്സ് റേസ് ടു 1/2 പ്ലസ് 1/x റേസ് ടു 1/2 മൈനസ് 1 ഹോൾ റേസ് ടു, അവിടെ നമ്മൾ എന്താണ് n-1 ചെയ്തതിന് സ്ഥലത്ത് ഇവിടെ 1/2 മൈനസ് 1 ഇൻറ്റു അടുത്തത് എന്തായിരുന്നു ജി ഡാഷ് ഓഫ് എക്സ്. അപ്പോൾ ഇവിടെ ഉള്ളിലുള്ള ആ ഫംഗ്ഷൻ എന്താണ്, അതിൻ്റെ ഡെറിവേറ്റീവ് d/dx ഓഫ് എക്സ് റേസ് ടു 1/2 പ്ലസ് 1/x റേസ് ടു 1/2 മൈനസ് 1. സോ ഈ ഒരു നമ്മൾ നേരത്തെ പറഞ്ഞ ഫംഗ്ഷൻ റൂൾ ഉണ്ടല്ലോ, പവർ ഓഫ് എ ഫംഗ്ഷൻ റൂള്, അവിടെ നമ്മൾ n ഇൻറ്റിജർ ആയിരുന്ന കേസാണ് നേരത്തെ പറഞ്ഞിരുന്നത്. നമുക്ക് എന്ത് ചെയ്യാം, റേഷണൽ നമ്പേഴ്സ് പവറായിട്ട് വരുമ്പോഴും അതേ റൂള് വെച്ചിട്ട് ചെയ്യാം. അപ്പോൾ ആ റൂള് വെച്ചിട്ട് നമുക്ക് ഇതിനെ ഇങ്ങനെ എഴുതാം. ജി ഡാഷ് ഓഫ് എക്സ് എന്ന് പറയുന്നത് 1/2 ഇൻറ്റു എക്സ് റേസ് ടു 1/2 പ്ലസ് 1 ഡിവൈഡഡ് ബൈ എക്സ് റേസ് ടു 1/2 മൈനസ് 1 ഹോൾ റേസ് ടു 1/2 മൈനസ് 1 ഇൻറ്റു d/dx ഓഫ് എക്സ് റേസ് ടു 1/2 പ്ലസ് 1/x റേസ് ടു 1/2 മൈനസ് 1 എന്ന് എഴുതാം. ഇനി ഇതിനെന്താ ചെയ്യുക, ഇത് അതേപോലെ തന്നെ ഇവിടെ 1/2 മൈനസ് 1 അല്ലെ, 1/2 ഇൻറ്റു എക്സ് റേസ് ടു 1/2 പ്ലസ് 1 ബൈ എക്സ്. ഇവിടെ ചെറിയൊരു കറക്ഷൻ ഉണ്ട്, ഇവിടെ ഈ പ്ലസ് 1 മുകളിലല്ല കേട്ടോ, എക്സ് റേസ് ടു 1/2 പ്ലസ് 1 ആൻഡ് എക്സ് റേസ് ടു 1/2 മൈനസ് 1 ഇങ്ങനെയാണ്. അപ്പോൾ അത് അതേപോലെ തന്നെ ഇവിടെ എഴുതി. ഇവിടെ എന്തുണ്ട്, 1/2 മൈനസ് 1 ഉണ്ട് അല്ലേ, 1/2 മൈനസ് 1 ചെയ്യുമ്പോൾ നമുക്ക് എന്നിട്ട് മൈനസ് 1/2 എന്നിട്ട്, അപ്പോൾ 1/2 ഇൻറ്റു എക്സ് റേസ് ടു 1/2 പ്ലസ് 1 എക്സ് റേസ് ടു 1/2 മൈനസ് 1 അതിനങ്ങനെ എഴുതി. അടുത്തത് ഇനി ഇതിൻ്റെ ഡെറിവേറ്റീവ് കാണാം. അപ്പോൾ ഇതെന്ത് ഫോർമുല കിടക്കുന്നത്, u/v എന്നുള്ള ഫോർമുല കിടക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ ഏത് റൂളാണ് യൂസ് ചെയ്യേണ്ടത്, ഇവിടെ നമ്മൾ ഡിവിഷൻ കോഷ്യൻ റൂള് യൂസ് ചെയ്യണം. അപ്പോൾ എന്ത് കിട്ടും, ഡിനോമിനേറ്റർ ഇൻറ്റു എക്സ് റേസ് ടു 1/2 മൈനസ് 1 ഇൻറ്റു d/dx ഓഫ് ന്യൂമറേറ്റർ, ദാറ്റ് ഈസ് എക്സ് റേസ് ടു 1/2 പ്ലസ് 1 മൈനസ് ന്യൂമറേറ്റർ ഇൻറ്റു d/dx ഓഫ് ഡിനോമിനേറ്റർ ഹോൾ ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്റർ സ്ക്വയർ എന്ന് കിട്ടും. ഓക്കെ, ഈ ടേം അങ്ങനെ തന്നെ നിർത്തി. ഇവിടെ എക്സ് റേസ് ടു 1/2 മൈനസ് 1, ഇനി ഇതിൻ്റെ ഡെറിവേറ്റീവ് എന്താണ്, d/dx ഓഫ് എക്സ് റേസ് ടു 1/2 പ്ലസ് 1, ഇതിൻ്റെ എന്താ വരിക 1/2 എക്സ് റേസ് ടു 1/2 മൈനസ് 1 കിട്ടും. ഇതങ്ങനെ തന്നെ വെച്ചു. ഇവിടുത്തെ എന്താണ് എക്സ് റേസ് ടു 1/2 മൈനസ് 1ൻ്റെ ഡെറിവേറ്റീവ്, അതെന്താ കിട്ടുക 1/2 എക്സ് റേസ് ടു 1/2 മൈനസ് 1. ഓക്കെ, അപ്പോൾ അത് ചെയ്തു. അതേപോലെ കിട്ടി, എക്സ് റേസ് ടു 1/2 എക്സ് റേസ് ടു 1/2 മൈനസ് 1 മൈനസ് ആ ടേം അതേപോലെ തന്നെ വെച്ചു, 1/2 എക്സ് റേസ് ടു 1/2 മൈനസ് 1 ഹോൾ ഡിവൈഡഡ് ബൈ എക്സ് റേസ് ടു 1/2 മൈനസ് 1 ഹോൾ സ്ക്വയർന്ന് കിട്ടും. നെക്സ്റ്റ് നമ്മൾ എന്താ ചെയ്തത് വെച്ചാൽ, ഇവിടെ എക്സ് റേസ് ടു 1/2 പ്ലസ് 1 ബൈ എക്സ് റേസ് ടു 1/2 മൈനസ് 1 ഹോൾ റേസ് ടു മൈനസ് 1/2 അല്ലേ. അപ്പോൾ അത് ന്യൂമറേറ്ററിനും ഡിനോമിനേറ്ററിനും വേറെ ആയിട്ട് ആ പവർ കൊടുത്തു. നെക്സ്റ്റ് ഇവിടെ നമ്മൾ ചെയ്യുന്നത് 1/2 മൈനസ് 1 എന്താണ്, മൈനസ് 1/2. ഇവിടെ 1/2 മൈനസ് 1 ഉണ്ട്, അത് ഇവിടെ എന്ത് കിട്ടും, എക്സ് റേസ് ടു മൈനസ് 1/2 എന്നും കിട്ടും. ഇനി ഇവിടെ എക്സ് റേസ് ടു 1/2 പ്ലസ് 1 ഹോൾ റേസ് ടു മൈനസ് 1/2. അപ്പോൾ അതിനെ ഈ ടേമിനെ നമ്മൾ അടിയിലേക്ക് കൊണ്ടുവന്നാൽ അതെന്താവും, 1/x റേസ് ടു 1/2 പ്ലസ് 1 ഹോൾ റേസ് ടു 1/2. ഈ മൈനസ് ഉള്ളത് എന്താവും, പ്ലസ് ആവും അല്ലേ. അപ്പോൾ അതിനെ താഴത്തേക്ക് കൊണ്ടുവന്നു. അതേപോലെ ഈ ടേമിന് എക്സ് റേസ് ടു 1/2 മൈനസ് 1 ഹോൾ റേസ് ടു മൈനസ് 1/2 ആണ്. അപ്പോൾ ആ മൈനസ് പോകാൻ വേണ്ടിയിട്ട് അതിനെന്ത് ചെയ്യാം, മുകളിലേക്കും കൊണ്ട്, അതായത് എക്സ് റേസ് ടു 1/2 മൈനസ് 1 ഹോൾ റേസ് ടു 1/2 അത് അങ്ങോട്ടും ഇങ്ങോട്ടും ആയിട്ട് എഴുതി. അപ്പോൾ ഇവിടെ എന്തായി, മൈനസ് 1/2 എന്നുള്ളത് രണ്ട് ഭാഗത്തും എന്താവും, പ്ലസ് 1/2 ആവും. ഇനി ഈ രണ്ട് ടേമിലും ഇത് വേറെ ടേം ഇത് വേറെ ടേമാണല്ലോ. അപ്പോൾ ഇതിൽ ന്യൂമറേറ്ററിൽ നിന്ന് നമുക്ക് എന്തിനെ കോമൺ ആയിട്ട് എടുക്കാം, ഇവിടെ 1/2 എക്സ് റേസ് ടു മൈനസ് 1/2 ഇതിലും ഉണ്ട്, 1/2 എക്സ് റേസ് ടു മൈനസ് 1/2 ഇതിലും ഉണ്ട്. അപ്പോൾ അതിനെ കോമൺ ആയിട്ട് എടുത്തു, 1/2 എക്സ് റേസ് ടു മൈനസ് 1/2. പിന്നെ ഇവിടെ എന്താ ബാക്കിയുള്ളത്, എക്സ് റേസ് ടു 1/2 മൈനസ് 1 മൈനസ് എക്സ് റേസ് ടു 1/2 പ്ലസ് 1 ഹോൾ ഡിവൈഡഡ് ബൈ എക്സ് റേസ് ടു 1/2 മൈനസ് 1 ഹോൾ സ്ക്വയർ എന്ന് കിട്ടും. ഓക്കെ, ഇനി ഇത് അതേപോലെ തന്നെ ഇവിടെ എഴുതിയിട്ടുണ്ട്. നെക്സ്റ്റ് ഇത് 1/2 എക്സ് റേസ് ടു മൈനസ് 1/2 അതേപോലെ തന്നെ. പിന്നെ ഇത് എന്ത് ചെയ്യുക, ഈ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക. അപ്പോൾ എന്താ കിട്ടുക, എക്സ് റേസ് ടു 1/2 മൈനസ് 1 മൈനസ് എക്സ് റേസ് ടു 1/2 മൈനസ് ഇൻറ്റു പ്ലസ് 1, സോ മൈനസ് 1 എക്സ് എന്ന് കിട്ടും. ഇവിടെ നമുക്ക് എക്സ് റേസ് ടു 1/2 മൈനസ് എക്സ് റേസ് ടു 1/2 ക്യാൻസലായി പോകും.
ബാക്കി അവിടെ എന്താ ഉള്ളത്? -1 -1 ആണ്. സോ -2 എന്ന് കിട്ടി. ഇവിടെയുള്ള നെക്സ്റ്റ് സ്റ്റെപ്പിൽ എഴുതിയപ്പോൾ ഇത് അതേപോലെ തന്നെ എഴുതി. ഇവിടെ 1/2 x⁻² -1/2 ഉണ്ടല്ലോ, അതിനിവിടെ അങ്ങനെ എഴുതി. ഇതിനെ അടിയിലേക്ക് കൊണ്ടുവന്നു. അപ്പോൾ എന്താവും? x⁻² 1/2 ആവും. മൈനസ് പോവും, 1/2 ആവും. പിന്നെ മുകളിൽ എന്താണ്? -1 -2 ആവും. x⁻² 1/2 -1 ഹോൾ സ്ക്വയർ കിട്ടി. പിന്നെ എന്ത് ചെയ്യാം? ഈ 2ഉം ക്യാൻസൽ ആവാം അല്ലേ? അപ്പോൾ ഡിനോമിനേറ്ററിൽ ഇനി നോക്കൂ, ഇതായി ഈ ടേം x⁻² 1/2 -1 ഹോൾ⁻² 1/2 എന്ന് പറയുന്ന ടേം ന്യൂമറേറ്ററിലും ഉണ്ട്. അതേപോലെ അതിൻ്റെ x⁻² 1/2 -1 എന്ന് പറയുന്ന ടേം ഡിനോമിനേറ്ററിലുണ്ട്. അപ്പോൾ അത് നമുക്ക് ക്യാൻസൽ ചെയ്യാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അത് നമ്മൾ ക്യാൻസൽ ചെയ്യുമ്പോൾ എന്താവും? ഇതും നമുക്ക് ക്യാൻസൽ ചെയ്യാൻ പറ്റും. അപ്പോൾ ക്യാൻസൽ ചെയ്യുമ്പോൾ എന്താ വരിക? ഇവിടെ 2 -1/2 വരും. x⁻² 1/2 -1 ഹോൾ⁻² 1/2 ആണ്. ഇവിടെ ആണെങ്കിൽ x⁻² 1/2 -1 ഹോൾ⁻² 2 ആണ്. അപ്പോൾ അത് 2 -1/2 എന്നുള്ളത് വരും. പിന്നെ ഈ 2ഉം ക്യാൻസൽ ആവും. അപ്പോൾ -1/2 ഇൻറ്റു x⁻² 1/2 +1 ഹോൾ⁻² 1/2. പിന്നെ ഇവിടെ എന്തുണ്ട്? x⁻² 1/2 ഉണ്ട്. ബാക്കി എന്താ ഉള്ളത്? x⁻² 1/2 -1 (2 - 1/2 എന്ന് കിട്ടും. ഇനി ഇതിനൊന്ന് റീഅറേഞ്ച് ചെയ്താൽ നമുക്ക് ആൻസറായി. അതായത് -1 അങ്ങനെ തന്നെ 2 x⁻² 1/2 നമുക്ക് എങ്ങനെ എഴുതാം? √x എന്ന് എഴുതാം. അതേപോലെ ഈ ടേമിൽ എന്തുണ്ട്? x⁻² 1/2 അല്ലേ, അതിന് നമുക്ക് √x എന്ന് എഴുതാം. √x +1 ഹോൾ⁻² 1/2. ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? √x -1 2 - 1/2 എന്താണ്? 3/2. സോ ദിസ് ഈസ് അവർ ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. ദ പോപ്പുലേഷൻ ഓഫ് തിൻ സിറ്റി ഈസ് ഇൻക്രീസിങ് 10,000 പീപ്പിൾ പെർ ഡേ ഓൺ March 30, 1984. 1,000 people per day. The area of the city grows to keep the ratio of 1 square mile per 1,000 people. How far is the area increasing per day on this date? Okay. ക്വസ്റ്റ്യനിൽ എന്ത് പറഞ്ഞിട്ടുണ്ട്? ഒരു സിറ്റിയിൽ, തിൻ സിറ്റി എന്ന് പറയുന്ന സ്ഥലത്തെ പോപ്പുലേഷൻ ഒരു March 30, 1984 ആ ഡേ, അന്നത്തെ ദിവസത്തെ കണക്ക് പ്രകാരം ഒരു ദിവസം പെർ ഡേ എത്ര ആളുകൾ പോപ്പുലേഷൻ എങ്ങനെ ഇൻക്രീസ് ചെയ്യുന്നത്? 1,000 പീപ്പിൾ പെർ ഡേ വെച്ചിട്ട് അവിടുത്തെ പോപ്പുലേഷൻ ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. ഓക്കെ. അതേപോലെ ഏരിയ ഓഫ് ദ സിറ്റി ഗ്രോസ് ടു കീപ് ദ റേഷ്യോ ഓഫ് 1 സ്ക്വയർ മൈൽ പെർ 1,000 പീപ്പിൾ. സിറ്റീൻ്റെ ഏരിയയും എന്ത് ചെയ്യുന്നുണ്ട്? ഗ്രോ ചെയ്യുന്നുണ്ട്. അതെങ്ങനെയാണ്? അതൊരു റേഷ്യോ വിത്ത് പീപ്പിളുടെ എണ്ണത്തിനായിട്ട് ഒരു റേഷ്യോ കീപ്പ് ചെയ്തിട്ടാണ് എന്ത് ചെയ്യുന്നത്? സിറ്റിയുടെ ഏരിയ കൂടുന്നത്. അതായത് 1 സ്ക്വയർ മൈൽ പെർ 1,000 പീപ്പിൾ വെച്ചിട്ട് ഏരിയയും ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ നമ്മളോട് കാണാൻ പറഞ്ഞിട്ടുള്ളത് എന്താണ്? ഹൗ ഫാർ ഈസ് ദ ഏരിയ ഇൻക്രീസിങ് പെർ ഡേ ഓൺ ദിസ് റേറ്റ്. ഏരിയ പെർ ഡേ ഇൻക്രീസ് ചെയ്യുന്ന റേറ്റ്, അതാണ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്. അതായത് റേറ്റ് ഓഫ് ഇൻക്രീസ് ഓഫ് ഏരിയ വിത്ത് റെസ്പെക്റ്റ് ടു എന്താണ്? ടൈം അല്ലേ? റേറ്റ് ഓഫ് ഇൻക്രീസ് ഓഫ് ഏരിയ ഇൻക്രീസ് ചെയ്യുന്നത്, ഏരിയ ഇൻക്രീസിങ് പെർ ഡേ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? റേറ്റ് ഓഫ് ഇൻക്രീസ് ഓഫ് ഏരിയ വിത്ത് റെസ്പെക്റ്റ് ടു ടൈം. ടൈമിനനുസരിച്ചിട്ട് ഏരിയയിൽ ഉണ്ടാവുന്ന ഇൻക്രീസാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ഇവിടെ എ കൊണ്ട് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് എന്താണ്? ഏരിയ ഓഫ് ദ സിറ്റി. പി കൊണ്ട് ഡിനോട്ട് ചെയ്യും, പോപ്പുലേഷനെ ഡിനോട്ട് ചെയ്യുന്നു. ആൻഡ് ടി എന്ന് പറയുന്നത് എന്താണ്? ടൈം ഇൻ ഡേയ്സ് ആണെന്ന് എടുത്തു. അങ്ങനെയാണെങ്കിൽ March 30, 1984 നമുക്ക് തന്നിട്ടുണ്ട് റേറ്റ് ഓഫ് ഇൻക്രീസ് ഓഫ് പീപ്പിൾ പെർ ഡേ ഈസ് 10,000. ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടല്ലേ, റേറ്റ് ഓഫ് ഇൻക്രീസ് ഓഫ് പീപ്പിൾ പെർ ഡേ എന്താണ്? 10,000 ആണ്. അതായത് പോപ്പുലേഷൻ്റെ ഇൻക്രീസ് പെർ ഡേ വിത്ത് റെസ്പെക്റ്റ് ടു ടൈം, അതായത് dp/dt എന്താണ്? 10,000 ആണ്. അടുത്ത എന്താ പറഞ്ഞിട്ടുള്ളത്? റേറ്റ് ഓഫ് ഇൻക്രീസ് ഓഫ് ദ ഏരിയ ഓഫ് ദ സിറ്റി ഈസ് 1 സ്ക്വയർ മൈൽ പെർ 1,000 പീപ്പിൾ. എന്താണ്? ഏരിയയുടെ ഇൻക്രീസ് വിത്ത് റെസ്പെക്റ്റ് ടു പീപ്പിളിൻ്റെ കണക്ക് വെച്ച് നോക്കുമ്പോൾ വിത്ത് റെസ്പെക്റ്റ് ടു പീപ്പിൾ, അതായത് വിത്ത് റെസ്പെക്റ്റ് ടു പോപ്പുലേഷൻ അതെന്താണ്? അതൊരു റേഷ്യോ കീപ്പ് ചെയ്തിട്ടാണ് ഇൻക്രീസ് ചെയ്യുന്നത്. ആൻഡ് ദാറ്റ് റേഷ്യോ ഈസ് 1 സ്ക്വയർ മൈൽ പെർ 1,000. അതായത് റേറ്റ് ഓഫ് ഇൻക്രീസ് ഓഫ് ഏരിയ വിത്ത് റെസ്പെക്റ്റ് ടു ദ പോപ്പുലേഷൻ DA/DP എന്ന് പറയുന്നത് എന്താണ്? 1/1000 ആണ്. ക്വസ്റ്റ്യനിൽ എന്താ കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്? റേറ്റ് ഓഫ് ഇൻക്രീസ് ഓഫ് ഏരിയ പെർ ഡേ. റേറ്റ് ഓഫ് ഇൻക്രീസ് ഓഫ് ഏരിയ പെർ ഡേ ആണ്. അതായത് റേറ്റ് ഓഫ് ഇൻക്രീസ് ഓഫ് ഏരിയ വിത്ത് റെസ്പെക്റ്റ് ടു ടൈം.
പെർ ഡേ അല്ലേ പറഞ്ഞിട്ടുണ്ട്, വിത്ത് റെസ്പെക്ട് ടു ടൈമാണ് കാണേണ്ടത്, അതായത് DA/DT ആണ് കാണേണ്ടത്. സോ DA/DTനെ നമുക്ക് എങ്ങനെ എഴുതാം, നമുക്ക് ഉള്ളത് വെച്ചിട്ട് DA/DP ഇൻറ്റു DP/DT എന്ന് എഴുതാം. നമുക്ക് എന്താ പറയുക, DA/DP എന്താണ് 1/1000 ആണ്, ഇൻറ്റു DP/DT എന്താണ് 10,000. സോ നമ്മൾ ആൻസർ എന്താവും 10. എന്തായിരിക്കും യൂണിറ്റ് വരിക, സ്ക്വയർ മൈൽസ് പെർ ഡേ.